സ്വാഗതം ടോപ് 10ലേക്ക്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ചിത്രം കംപ്ലീറ്റ്. ഇടതു വലതു മുന്നണികൾക്ക് ഭീഷണിയുയർത്തി PV അൻവർ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണമെങ്കിൽ താൻ മരിച്ചു വീഴണമെന്ന് പറഞ്ഞ് അൻവർ കടുപ്പിക്കുന്നുണ്ട്. അൻവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പ്രചരണത്തിലാണ് ഇനി തങ്ങളുടെ ശ്രദ്ധയെന്ന UDF-ഉം അൻവറിന്റെ ചതിക്ക് ജനങ്ങൾ പകരം ചോദിക്കുമെന്ന LDF-ഉം ഇതൊന്നുമല്ല, വികസന രാഷ്ട്രീയമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് NDA-യും പറയുന്നു. നിലമ്പൂരംഗം പൊടിപാർ. ഇന്നത്തെ വാർത്തകൾ സമഗ്രമായി നോക്കാം. ആദ്യം 10 പ്രധാന വാർത്തകളിലേക്ക്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക്. M. സ്വരാജും അഡ്വക്കേറ്റ് മോഹൻ ജോർജും PV അൻവറും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മത്സര രംഗത്ത് 12 സ്ഥാനാർത്ഥികൾ. മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ച UDF കൺവെൻഷൻ. മന്ത്രി മുഹമ്മദ് റിയാസ് കരാറുകാരിൽ നിന്ന് പണം പിരിച്ചെന്ന ആരോപണവുമായി അൻവർ. തെളിവ് പുറത്തുവിടുമെന്ന് വെല്ലുവിളി. അൻവറിന് ആം ആദ്മിയുടെ പിന്തുണ. ദേശീയപാതയിൽ വീണ്ടും നിർമ്മാണ തകരാർ. കാസർഗോഡ് പിലിക്കോട് റോഡിൽ 1/2 കിലോമീറ്റർ ദൂരത്തിൽ വിള്ളൽ. ചാലിങ്കാലിൽ കരാർ കമ്പനി അനുമതിയില്ലാതെ കുന്നിടിച്ച് മണ്ണെടുത്തതിൽ പ്രതിഷേധം. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി മറ്റന്നാൾ കൂടിക്കാഴ്ച നടത്തും. ഇഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ അന്വേഷണം ഊർജിതമാക്കി വിജിലൻസ്. കേസിന്റെ വിവരങ്ങൾ തേടി വിജിലൻസ് സംഘം കൊച്ചി ED ഓഫീസിലെത്തി നോട്ടീസ് നൽകി. കേസിൽ ED ഉദ്യോഗസ്ഥന്റെ അറസ്റ്റ് തടഞ്ഞ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിജിലൻസ് മറുപടി നൽകണം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷം. 34 മരണം. സിക്കിമിലെ സൈനിക ക്യാമ്പിൽ മണ്ണിടിഞ്ഞ് 3 സുരക്ഷാ ഉദ്യോഗസ്ഥർ മരിച്ചു. 6 പേരെ കാണാതായി. കൊച്ചി പുതുവൈപ്പിൻ കടലിൽ കുളിക്കാനിറങ്ങിയ 2 യമൻ വിദ്യാർത്ഥികളെ കാണാതായി. കണ്ണൂർ അഴീക്കോട് 2 യുവാക്കൾ ഒഴുക്കിൽപ്പെട്ടു. തെരച്ചിൽ തുടരുന്നു. കൊല്ലം ജില്ലയിലെ മിക്ക റോഡുകളും തകർന്ന നിലയിൽ. MLA മുകേഷിന്റെ വീടിന് മുന്നിലെ റോഡിൽ നിറയെ കുണ്ടും കുഴിയും. ടോപ് 10 സ്പെഷ്യൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും അവസാനിപ്പിച്ചു. മൊഴി നൽകിയവർക്ക് കേസുമായി മുന്നോട്ടു പോകാൻ താൽപര്യമില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘം. സംസ്ഥാനത്ത് സ്കൂളുകൾ തുറന്നു. 3 ലക്ഷം കുരുന്നുകൾ 1-ാം ക്ലാസ്സിൽ. സ്കൂൾ സംവിധാനങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുമെന്ന ആലപ്പുഴ കലവൂർ സ്കൂളിൽ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ. അക്കാദമിക് മികവ് വളർത്താനുള്ള നടപടികൾ തുടങ്ങിയെന്ന് മുഖ്യമന്ത്രി. IPL ഫൈനൽ നാളെ. ബംഗളൂരു പഞ്ചാബ് പോരാട്ടം രാത്രി 7:30 മുതൽ. ഏകദിന ക്രിക്കറ്റിൽ നിന്ന് ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ഗ്ലെൻ മാക്സ്വെൽ വിരമിച്ചു. അന്താരാഷ്ട്ര ക്രിക്കറ്റിനോട് വിട പറഞ്ഞ ദക്ഷിണാഫ്രിക്കൻ താരം ഹെൻറിക് ക്ലാസൻ. തഗ് ലൈഫ് സിനിമയുടെ കർണാടകയിലെ നിരോധനത്തിൽ നിയമ നടപടിയുമായി കമൽഹാസൻ. കർണാടക ഫിലിം ചേംബറിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചു. ചേംബർ നടപടി നിയമവിരുദ്ധമെന്ന രാജ്കമൽ ഇന്റർനാഷണൽ. സ്റ്റോറി ഓഫ് ദി ഡേ. സുസ്വാഗതം അക്ഷരങ്ങളുടെ അറിവിന്റെ ലോകത്തേക്ക്. നിലമ്പൂരിൽ ഇനി കളം നിറഞ്ഞുള്ള മത്സരം. മുന്നണികളുടെ പ്രചരണത്തിന് ചൂടേറുന്നു. LDF സ്ഥാനാർത്ഥി M. സ്വരാജ്, NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ്, തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി PV അൻവർ തുടങ്ങിയവർ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും പ്രചരണ പരിപാടികളിൽ സജീവമാണ്. മുന്നണികളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും അൻവറിന്റെ UDF പ്രവേശനവുമായിരുന്നു ഇതുവരെ നിലമ്പൂരിലെ ചർച്ചാ വിഷയം. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി PV അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതോടെ ആ കാര്യത്തിൽ തീരുമാനമായി. ഇരു മുന്നണികൾക്കും ഭീഷണി ഉയർത്തിക്കൊണ്ടാണ് അൻവർ പത്രിക സമർപ്പിക്കാനെത്തിയത്. താൻ പലതും പുറത്തു പറഞ്ഞാൽ നേതാക്കൾ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുമെന്നാണ് അൻവറിന്റെ ഭീഷണി. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണമെങ്കിൽ താൻ മരിച്ചു വീഴണമെന്നും അൻവർ പ്രതികരിച്ചു. മരിച്ചു വീഴണം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ. മനസ്സിലായില്ലേ? എന്നെ കൊല്ലണം, എന്നെ തോൽപ്പിക്കാൻ പിന്മാറ്റാൻ അവർക്ക് കഴിയില്ല. ഞാനിപ്പം നിൽക്കുന്ന ജനങ്ങൾക്കാക്കി ഈ മണ്ഡലത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജാതി മത രാഷ്ട്രീയ ചിന്തകൾ വ്യത്യാസമില്ലാതെ ആ ജനങ്ങളുടെ വികാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ PV അൻവർ പിൻവലിക്കും. PV അൻവർ നെഗോഷിയേറ്റ് ചെയ്യും. നോ വേ.
എന്നാൽ അൻവർ തെരഞ്ഞെടുപ്പിൽ വിഷയമേ അല്ലെന്നും അൻവർ സാമാന്യ മര്യാദ വിട്ടുപോലും പെരുമാറുന്നുവെന്നും അതുകൊണ്ട് തന്നെ PV അൻവർ UDFനെ സംബന്ധിച്ച് ഇനി അടഞ്ഞ അധ്യായമാണെന്നും UDF കൺവീനർ അടൂർ പ്രകാശ് പ്രതികരിച്ചു. ലീഗിന്റെ അസ്വാരസ്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ലീഗിന് ഒരു അസംതൃപ്തിയുമില്ലെന്നായിരുന്നു അടൂർ പ്രകാശിന്റെ മറുപടി. സാമാന്യ മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ശ്രീ PV അൻവർ മുമ്പോട്ട് പോയി എന്ന യാഥാർത്ഥ്യങ്ങൾ കൂടി ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് തന്നെ ഒരു അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുന്നു. ഇതിനിടെ LDF സ്ഥാനാർത്ഥി M സ്വരാജ്, NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് തുടങ്ങിയവർ തഹസീൽദാർ ഓഫീസിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. A വിജയരാഘവൻ, PP സുനീർ MP, മന്ത്രി V അബ്ദുറഹ്മാൻ തുടങ്ങിയവർക്കൊപ്പം പ്രകടനമായാണ് M സ്വരാജ് പത്രിക സമർപ്പിക്കാനെത്തിയത്. നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്ന് പൂർത്തിയാവുന്നു. പിന്നെ പിൻവലിക്കാനുള്ള സമയമൊക്കെ ഉണ്ടല്ലോ. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് സത്യത്തിൽ ഞങ്ങൾ അങ്ങനെ ഉത്കണ്ഠപ്പെടുന്നതേയില്ല. ജനാധിപത്യം ശക്തിപ്പെടുക കൂടുതൽ പേര് മത്സരിക്കുമ്പോഴാണ്. അപ്പോൾ മത്സരിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ആരും മത്സരിക്കരുതെന്ന് പറയാനൊന്നും നമുക്ക് അവകാശമില്ല. നിലമ്പൂരിൽ NDA മുന്നോട്ട് വയ്ക്കുന്നത് വികസന രാഷ്ട്രീയമാണെന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകാൻ കാരണം മറ്റു മുന്നണികളുടെ പ്രഖ്യാപനം നടക്കാൻ കാത്തിരുന്നതുകൊണ്ടാണെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. മോഹൻ ജോർജ് സാറ് ഏറ്റവും ഒരു അക്കംപ്ലിഷ്ഡ് അഡ്വക്കേറ്റുമാണ്, നിലമ്പൂരിൻ്റെ ഒരു മകനുമാണ്, ഒരു ലീഡറുമാണ്. ഈ വികസന സന്ദേശം, ഈ വികസന കാഴ്ചപ്പാട് അദ്ദേഹം 100% വിശ്വസിക്കുന്നതും അതിനുവേണ്ടി പ്രവർത്തിക്കാനും തയ്യാറുള്ള ഒരു കാൻഡിഡേറ്റാണ്. പുതിയ മുന്നണി രൂപീകരിച്ച് മുന്നോട്ടു പോകുമ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഉൾപ്പെടെ പിന്തുണ PV അൻവറിനുണ്ട്. ഒപ്പം തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസവും. അതേസമയം ഇനി അറിയാനുള്ളത് അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം UDFനാണോ LDFനാണോ തിരിച്ചടിയാവുക എന്നാണ്. അമൃത ന്യൂസ്, മലപ്പുറം. ഇരുമുന്നണികൾക്കും ഭീഷണി ഉയർത്തി PV അൻവർ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിക്കഴിഞ്ഞു. പ്രവർത്തകരുടെ അകമ്പടിയോടെ വൻ പ്രകടനമായാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത്. മത്സരിക്കുമോ ഇല്ലയോ എന്ന അനിശ്ചിതത്വത്തിന് അവസാനം കുറിച്ചുകൊണ്ടാണ് PV അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാണ് മത്സരം. അവസാന നിമിഷം വരെ UDFൽ അവസരം കിട്ടുമെന്ന പ്രതീക്ഷ കൈവിട്ടതോടെയാണ് മത്സരിക്കാൻ അൻവർ തീരുമാനിച്ചത്. അധികാരിവർഗത്തിന്റെ അരുതായ്മകളെ ചോദ്യം ചെയ്തതിന് ഒറ്റപ്പെട്ടു പോയവനാണ് താനെന്നും മലയോര കർഷകരുടെയും സാധാരണക്കാരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് താൻ മത്സരിക്കുന്നതെന്നും അൻവർ പറഞ്ഞു. ഇനിയൊരു ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്നും പത്രിക പിൻവലിക്കുന്ന പ്രശ്നമില്ലെന്നും അൻവർ വ്യക്തമാക്കി. ഈ പിണറായിസത്തിനെതിരെ, കുടുംബാധിപത്യത്തിനെതിരെ ഈ നാട്ടിൽ അജിത് കുമാറും സംഘവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഏകപക്ഷീയമായ അഴിമതിയും കൊള്ളയും ജനങ്ങളെ വേട്ടയാടലും ഫൈനടപ്പിക്കലും തുടങ്ങി നിരവധിയായ വിഷയങ്ങൾ ഇരുമുന്നണികൾക്കും വെല്ലുവിളി സൃഷ്ടിക്കുമെന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് വൻ ജനാവലിയുടെ അകമ്പടിയോടെയാണ് അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത്. എന്നെ ഇല്ലാണ്ടാക്കാൻ മുഖ്യമന്ത്രിയുടെ ഭീഷണിക്ക് വഴങ്ങിയോ താല്പര്യത്തിന് വഴങ്ങിയോ PV അൻവറിനെ വഴിയാധാരാക്കാൻ വേണ്ടി തീരുമാനിച്ച പ്രതിപക്ഷ നേതാവാണ് ഇവിടെ ഉള്ളത്. അവസാനം ഇന്നലെയാണ് പ്രതിപക്ഷ നേതാവ് വാതിലടക്കുന്നത്. ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്ന പേരിൽ അൻവർ വെല്ലുവിളി ഉയർത്തുമ്പോൾ ഭരണപക്ഷത്തിനപ്പുറം പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള വെല്ലുവിളി കൂടിയാണത്. അതേസമയം പലവട്ടം നിലപാട് മാറ്റിയ അൻവറിന്റെ മത്സരകാര്യത്തിൽ വ്യക്തത വരാൻ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന സമയം വരെ കാത്തിരിക്കേണ്ടി വരും. അമൃത ന്യൂസ്, മലപ്പുറം. നിലമ്പൂർ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ച നേതാക്കൾ. മലപ്പുറം ജില്ലയെ കള്ളപ്പണത്തിന്റെയും കള്ളക്കടത്തിന്റെയും പേരിൽ അപമാനിച്ച ആളാണ് മുഖ്യമന്ത്രിയെന്നും ചതിയെക്കുറിച്ച് പറയാൻ യോഗ്യതയുള്ള ആളാണ് അദ്ദേഹമെന്നും KC വേണുഗോപാൽ പരിഹസിച്ചു. 2026 തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുകളോടെ UDF അധികാരത്തിൽ തിരിച്ചുവരുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. അതേസമയം പാണക്കാട് കുടുംബം കൺവെൻഷനിൽ പങ്കെടുക്കാതിരുന്നത് വിദേശത്തായതുകൊണ്ടാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം പറഞ്ഞു. മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു നിലമ്പൂർ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലെ നേതാക്കളുടെ പ്രസംഗം. മലപ്പുറം ജില്ലയ്ക്കെതിരെ വലിയ ചതിപ്രയോഗം നടത്തിയ ആളാണ് മുഖ്യമന്ത്രിയെന്നും ആ മുഖ്യമന്ത്രിയാണ് മലപ്പുറത്ത് വന്ന് ചതിയെക്കുറിച്ച് പറയുന്നതെന്നും KC വേണുഗോപാൽ പരിഹസിച്ചു. സ്വർണ്ണക്കടത്തിന്റെയും കള്ളപ്പണത്തിന്റെയും നാടെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി മലപ്പുറത്തെ അപമാനിച്ചത്. ആ ചതിപ്രയോഗം നടത്തിയത് മറക്കാനാവില്ല. ചതിയെന്ന വാക്കുപയോഗിക്കാൻ ഏറ്റവും യോഗ്യൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. ഇവിടെ പോരാട്ടം ഐക്യജനാധിപത്യ മുന്നണിയും അതുപോലെ LDFും തമ്മിലുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. ഈ പോരാട്ടത്തിൽ വഴിതിരിച്ചുവിടാൻ ആരെങ്കിലും ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് അതൊന്നുമല്ല. ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന പ്രശ്നം ഇടതുപക്ഷ മുന്നണിയുടെ ദുർഭരണത്തെ അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുക എന്നതാണ്.
അതിന് നിലമ്പൂരിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജനങ്ങളെ ദ്രോഹിക്കുന്ന കൊള്ളക്കാരുടെ സർക്കാരിനെയാണ് ജനങ്ങളുടെ കോടതിയിൽ വിചാരണ ചെയ്യാൻ പോകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. 2026 തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുകളോടെ UDF തിരിച്ചുവരുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. 2026 100-ലധികം സീറ്റോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി കൊടുങ്കാറ്റ് പോലെ അധികാരത്തിലേക്ക് തിരിച്ചു വരും. 9 വർഷക്കാലമായി ഈ സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാരിനെ നിലമ്പൂരിലെ ജനങ്ങളുടെ മനസ്സാക്ഷിയുടെ കോടതി വിചാരണ ചെയ്യുന്ന സുദിനങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് കാലം. അതിനിടെ UDF ഘടകകക്ഷികൾ എല്ലാവരും യോഗത്തിൽ പങ്കെടുത്തപ്പോൾ പാണക്കാട് കുടുംബം മാറി നിന്നത് വലിയ വിവാദമായി. പാണക്കാട് സാദിഖ് അലി തങ്ങളും മുനവർ അലി തങ്ങളും വിദേശത്തായതുകൊണ്ടാണ് എത്താൻ കഴിയാതിരുന്നതെന്നും ലീഗ് ജില്ലാ പ്രസിഡന്റ് മറ്റൊരു പരിപാടിയിലായിരുന്നുവെന്നും ജില്ലാ ലീഗ് നേതാക്കൾ പ്രതികരിച്ചു. കൺവെൻഷനിലെ പാണക്കാട് തങ്ങന്മാരെ വിട്ടുന്നു എന്നുള്ള ഒരു പരാമർശം വന്നു. സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റിനെ ഈ പ്രോഗ്രാമിൽ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പരിപാടി ഉള്ളതുകൊണ്ട് വരാൻ ബുദ്ധിമുട്ടാണ് എന്ന് അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹം പങ്കെടുക്കാമെന്ന്. മനഃപൂർവ്വമല്ല. വരും ദിവസം തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നുള്ളൂ. വരും ദിവസങ്ങളിൽ പാണക്കാട് തങ്ങന്മാരും ഒക്കെ എല്ലാവരും ഉണ്ടാകും. ആര്യാടൻ ഷൗക്കത്ത് ഉയർന്ന ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് നേതാക്കളെല്ലാം. നിലമ്പൂരിനൊപ്പം താൻ എന്നും ഒപ്പമുണ്ടാകുമെന്ന് ആര്യാടൻ ഷൗക്കത്തും ജനങ്ങൾക്ക് ഉറപ്പു നൽകി. അമൃത ന്യൂസ്, മലപ്പുറം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ UDF നേതൃയോഗം നിലമ്പൂരിൽ ചേർന്നു. തെരഞ്ഞെടുപ്പ് കാര്യങ്ങളാണ് യോഗത്തിൽ ചർച്ചയായത്. നിലമ്പൂരിൽ LDF UDF പോരാട്ടമാണ് നടക്കുന്നത്. UDF നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും UDF കൺവീനർ അടൂർ പ്രകാശ് യോഗത്തിന് ശേഷം പ്രതികരിച്ചു. അടഞ്ഞ അധ്യായമാണ് അൻവർ. UDF ഒറ്റക്കെട്ടാണ്. 2026 UDF അധികാരത്തിൽ വരും. കെ സുധാകരനും ചെന്നിത്തലയും കൺവെൻഷന് വരില്ല എന്ന് അറിയിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പാണക്കാട് കുടുംബം കൺവെൻഷനിൽ പങ്കെടുത്തായിരുന്നത് വിദേശത്തായതുകൊണ്ടാണെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. അപ്പോൾ ആ തീരുമാനങ്ങൾ ഞങ്ങൾ കൈക്കൊണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ LDFും UDFും തമ്മിലുള്ള ഒരു ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. ഈ പോരാട്ടത്തിൽ UDF, ഒരു സംശയം നിങ്ങൾക്കാർക്കും വേണ്ട, ഞങ്ങൾ പൂർണ്ണമായി വിജയിക്കുക മാത്രമല്ല നല്ല ഭൂരിപക്ഷത്തോടു കൂടി ഇവിടെ വിജയിക്കാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിന് നിങ്ങൾക്കാർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് നമുക്ക് 23-ാം തീയതി കാണാം. അതാണ് എനിക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത്. ഞങ്ങൾ അത്തരത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ അൻവർ വിഷയം എങ്ങനെയാണ് ചർച്ച ചെയ്തിരിക്കുന്നത് UDF യോഗത്തിൽ? ദേശീയപാത നിർമ്മാണത്തിനായി കാസർഗോഡ് ചാലിങ്കാലിൽ കരാർ കമ്പനി അനുമതിയില്ലാതെ നടത്തിയ വൻ മണ്ണെടുപ്പിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. 2.5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് നടത്തിയ മണ്ണെടുപ്പിന്റെ കാഴ്ചകൾ ഞെട്ടിക്കുന്നതാണ്. പ്രദേശത്ത് തടാകത്തിന് സമാനമായ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. സ്ഥലത്തെത്തിയ തഹസീൽദാരുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് നേരെ നാട്ടുകാർ പ്രതിഷേധിച്ചു. ദേശീയപാതയിൽ പെരിയ ചാലിങ്കാലിൽ സ്റ്റോക്ക് യാർഡിനായി അനുവദിച്ച സ്ഥലത്തിന്റെ മറവിലാണ് 2.5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് നിന്ന് കരാർ കമ്പനി വൻതോതിൽ മണ്ണെടുപ്പ് നടത്തിയിരിക്കുന്നത്. റവന്യൂ, ജിയോളജി വകുപ്പുകളുടെ അനുമതിയില്ലാതെ നടത്തിയ മണ്ണെടുപ്പ് കാരണം മഴ ശക്തമായതോടെ പ്രദേശം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നേരിടുകയാണ്. പല വീടുകളുടെയും വരാന്ത വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴവെള്ളം ഉയർന്നപ്പോൾ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് ഈ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. സ്ഥലത്ത് 20 കോലോളം താഴ്ചയുള്ളതായി നാട്ടുകാർ പറഞ്ഞു. ഏത് നിമിഷവും പൊട്ടിയൊഴുകാവുന്ന വൻ വെള്ളക്കെട്ടാണ് ദേശീയപാതയിൽ നിന്ന് കേവലം 100 മീറ്റർ മാത്രം അകലമുള്ള സ്ഥലത്ത് രൂപപ്പെട്ടിരിക്കുന്നത്. സംഭവം അറിഞ്ഞ് സ്ഥലത്ത് പരിശോധനയ്ക്കെത്തിയ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ നാട്ടുകാർ ശക്തമായി പ്രതിഷേധിച്ചു. സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലാണ് അവരുടെ വിചാരം. അവർ ഡയറക്റ്റ് സർക്കാർ സെൻട്രൽ ഗവൺമെന്റ് അവർക്ക് നേരിട്ട് ചെയ്യിക്കുന്നതാണ്. ഒരാളും മിണ്ടാൻ പാടില്ല, ഒരാളൊന്നും പറയാൻ പാടില്ല. മെഗാ കൺസെഷനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ രാജാവ്. മൺകൂണുകളൊക്കെ ഉണ്ടാക്കി ഇതിനെ മറച്ചു വെച്ചുകൊണ്ട് പുറത്തുനിന്ന് ഒരാൾക്കും ശ്രദ്ധിക്കാൻ പറ്റാത്ത രീതിയിൽ അവരാദ്യം മറച്ചു വെച്ചുകൊണ്ട് പിന്നീട് ഇവിടെ ഇത്തരത്തിലുള്ള കുഴികൾ ഉണ്ടാക്കി ഇവിടുന്ന് രാത്രി കാലങ്ങളിലൊക്കെയാണ് മണ്ണ് കടത്താറുള്ളത്. ഇപ്പോൾ പകൽ സമയത്ത് വണ്ടികൾ വന്ന് പല സ്ഥലത്തുനിന്നുള്ള വേസ്റ്റുകളൊക്കെ കൊണ്ടുപോയി നിറക്കുകയാണ്. ഇത് ഒന്നരപ്പാട് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളെ വീടടക്കം ഒലിച്ചു പോകും. അതാ സംഭവിക്കാൻ പോകുന്നത്. വലിയൊരു ദുരന്തം ഇവിടെ വരാൻ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ഇപ്പോൾ കാലവർഷം ആരംഭിച്ചതേ ഇല്ലു. ആരംഭിക്കുമ്പോൾ തന്നെ അവിടെ വെള്ളം ഇങ്ങനെ പുഴ പോലെ ആയിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയം തോന്നുന്നുണ്ട്. ഇനി ശക്തമായിട്ട് മഴ വരാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഇവിടെ പരിശോധനയ്ക്കെത്തിയ ജിയോളജി വകുപ്പ് മണ്ണെടുപ്പിനായി കരാർ കമ്പനിയായ മേഗാ കൺസ്ട്രക്ഷൻ അനുമതി തേടിയിട്ടില്ലെന്ന് അറിയിച്ചു. കമ്പനിക്ക് 2 ദിവസത്തിനകം കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമെന്നും ജിയോളജി വകുപ്പ് അറിയിച്ചു. അമൃത ന്യൂസ്, കാസർഗോഡ്.
കാസർഗോഡ് ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിനും പടുവളത്തിനുമിടയിൽ 1/2 കിലോമീറ്റർ ദൂരത്തിലാണ് വിള്ളൽ കണ്ടെത്തിയത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധം അറിയിച്ചതോടെ കരാർ കമ്പനി സ്ഥലത്ത് ടാർ ഒഴിച്ച് പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് മറച്ചുവെച്ചിരിക്കുകയാണ്. 2 മാസം മുൻപ് ദേശീയപാത നിർമ്മാണം പൂർത്തിയാക്കിയ പ്രദേശത്താണ് വിള്ളൽ രൂപപ്പെട്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി മറ്റന്നാൾ കൂടിക്കാഴ്ച നടത്തും. മലപ്പുറം കൂരിയാട് ഉൾപ്പെടെ സംസ്ഥാനത്ത് ദേശീയപാതയുണ്ടായ തകർച്ച സംബന്ധിച്ചും പാതാ നിർമ്മാണത്തിലെ അപാകതകളും കേന്ദ്രമന്ത്രിയുമായി ചർച്ച നടത്തും. റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. അതേസമയം സംസ്ഥാനത്ത് ദേശീയപാതാ പദ്ധതികൾ അവലോകനം ചെയ്യുന്നതിനും വിലയിരുത്തുന്നതിനുമായി എത്തിയ ദേശീയപാത അതോറിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ യാദവ് ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകുമായി കൂടിക്കാഴ്ച നടത്തി. മലപ്പുറം കൂരിയാട് ദേശീയപാത തകർന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ചെയർമാന്റെ സന്ദർശനം. ദേശീയപാതയിലെ വിള്ളലിൽ അതോറിറ്റി ചെയർമാനെ കേരളം ആശങ്ക അറിയിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ തീർക്കുമെന്ന് ചെയർമാൻ ഉറപ്പു നൽകി. ദേശീയപാത നിർമ്മാണത്തിൽ സംസ്ഥാനം നേരിടുന്ന പ്രതിസന്ധികളും നഷ്ടപരിഹാരമടക്കമുള്ള കാര്യങ്ങളും ചർച്ചയായി. ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രതിയായ കൈക്കൂലി കേസിലെ രേഖകൾ ആവശ്യപ്പെട്ട് കൊച്ചിയിലെ ഇഡി ഓഫീസിൽ നേരിട്ടെത്തി വിജിലൻസ് ഉദ്യോഗസ്ഥർ. പരാതിക്കാരനായ അനീഷ് ബാബുവിനെതിരായ ഇഡി കേസുകളുടെ രേഖകളാണ് വിജിലൻസ് ആവശ്യപ്പെട്ടത്. അന്വേഷണത്തോട് ഇഡി ഉദ്യോഗസ്ഥർ സഹകരിക്കുന്നുണ്ട് എന്ന് വിജിലൻസ് SP എസ് ശശിധരൻ പറഞ്ഞു. കൈക്കൂലി കേസിലെ പരാതിക്കാരനായ കശുവണ്ടി വ്യവസായി അനീഷ് ബാബുവിനെതിരെ ഇഡി രജിസ്റ്റർ ചെയ്ത കേസിന്റെ വിശദാംശങ്ങളാണ് വിജിലൻസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കൊച്ചിയിലെ ഇഡി ഓഫീസിൽ നേരിട്ടെത്തി വിജിലൻസ് ഉദ്യോഗസ്ഥർ നോട്ടീസ് നൽകി. അനീഷ് ബാബുവിന്റെ കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അന്വേഷണങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഇഡി ഓഫീസിൽ നടന്നിരിക്കുന്നതെന്നാണ് വിജിലൻസ് അന്വേഷിക്കുന്നത്. അനീഷിനെ എത്ര തവണ വിളിച്ചു വരുത്തി, മൊഴിയുടെ വിശദാംശങ്ങൾ എന്നിവയടങ്ങിയ രേഖകളാണ് വിജിലൻസിന് ആവശ്യം. ഇഡി ഉദ്യോഗസ്ഥർ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്ന് വിജിലൻസ് SP പറഞ്ഞു. അപ്പോൾ നമ്മൾ 22-ാം തീയതി ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേസിലേക്ക് ഡീറ്റെയിൽസ് തരണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ നല്ല രീതിയിൽ പ്രതികരിച്ചു. നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഒരു റെക്കോർഡ്സ് ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങളത് ചോദിക്കൂ, അപ്പോൾ ഞങ്ങൾ വേണ്ട നോക്കിയിട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിന്ന് സ്പെസിഫിക് ആയിട്ട് വേണ്ട റെക്കോർഡ്സ് എന്നൊക്കെയാണ് അത് തരണം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓഫീസേഴ്സ് ഒരു ലെറ്റർ കൊടുക്കാൻ പോയതാണ്. ഇഡി കേസ് ഒതുക്കി തീർക്കാമെന്ന് വാഗ്ദാനം നൽകി പണം തട്ടാൻ ശ്രമിച്ചു എന്നാണ് വിജിലൻസിന്റെ കേസ്. ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ 1-ാം പ്രതിയാക്കിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സംഭവത്തിൽ ഇഡി ആഭ്യന്തര അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്ത കേസിൽ ഡൽഹി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനാണ് അന്വേഷണ ചുമതല. ഇതിന്റെ ഭാഗമായി അനീഷ് ബാബുവിനെ ഡൽഹിക്ക് വിളിപ്പിച്ചിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിന്റെ അറസ്റ്റ് തടഞ്ഞ ഹൈക്കോടതി. വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കൈക്കൂലി കേസിലാണ് നടപടി. മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വിജിലൻസിന് നോട്ടീസ് അയച്ചു. 10 ദിവസത്തിനകം വിജിലൻസ് മറുപടി നൽകണം. ഉദ്യോഗസ്ഥർ പ്രതികളായ കൈക്കൂലി കേസിലെ 1-ാം പ്രതിയാണ് ശേഖർ കുമാർ. പലരെയും ഭീഷണിപ്പെടുത്തിയ ഏജന്റുമാരും ശേഖർ കുമാറും ചേർന്ന് 30 കോടിയിലേറെ തട്ടിപ്പ് നടത്തിയെന്നാണ് വിജിലൻസ് കണ്ടെത്തിയത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. പലയിടത്തും പ്രളയസമാനമായ സാഹചര്യമാണ്. ഇതുവരെ 33 പേർ മഴക്കെടുതികളിൽ മരിച്ചു. സിക്കിമിലെ സൈനിക ക്യാമ്പിൽ മണ്ണിടിഞ്ഞ് 3 സുരക്ഷാ ഉദ്യോഗസ്ഥർ മരിച്ചു. 6 പേരെ കാണാതായി. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ 4 ദിവസങ്ങളായി ശക്തമായ മഴ തുടരുകയാണ്. അസം, അരുണാചൽ പ്രദേശ്, മിസോറം, മേഘാലയ, മണിപ്പൂർ എന്നിവ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കനത്ത മഴയിലും മണ്ണിടിച്ചിലിലും ജനജീവിതം ദുസ്സഹമായി. 5 ലക്ഷത്തോളം ആളുകളെയാണ് മഴക്കെടുതി ബാധിച്ചത്. 10,000-കണക്കിന് ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഒട്ടേറെ വീടുകളും പാലങ്ങളും തകർന്നു. പല ഗ്രാമങ്ങളും റോഡുകളും വെള്ളക്കെട്ടിൽ മുങ്ങി. മിന്നൽ പ്രളയത്തിലും മണ്ണിടിച്ചിലിലുമാണ് ഒട്ടേറെ ജീവനുകൾ നഷ്ടമായത്. സൈന്യത്തിന്റെയും NDRF, SDRF സംഘങ്ങളുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. വടക്കൻ സിക്കിമിലെ ചാത്തനിലുണ്ടായ മണ്ണിടിച്ചിലിലാണ് സൈനികോദ്യോഗസ്ഥർക്ക് ജീവൻ നഷ്ടമായത്. ഇന്നലെ വൈകുന്നേരമായിരുന്നു കനത്ത മഴയ്ക്ക് പിന്നാലെ മണ്ണിടിച്ചിലുണ്ടായത്. അരുണാചൽ പ്രദേശിൽ വെള്ളപ്പൊക്കം മൂലം കുടുങ്ങിക്കിടന്ന 14 പേരെ വ്യോമസേന രക്ഷിച്ചു. അസമിലെ ലാച്ചുങ്ങിൽ കുടുങ്ങിക്കിടന്ന 1600 വിനോദസഞ്ചാരികളെ രക്ഷപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. ബ്രഹ്മപുത്ര, ബരാക്ക് ഉൾപ്പെടെയുള്ള 10 പ്രധാന നദികൾ അപകടനിലയ്ക്ക് മുകളിലാണ്. ഒട്ടേറെ തീവണ്ടികൾ റദ്ദാക്കി. അരുണാചൽ പ്രദേശിലെ പല ജില്ലകളിലും ആശയവിനിമയ സംവിധാനം തകരാറിലായി. നദികൾ കരകവിഞ്ഞൊഴുകിയതും അണക്കെട്ടുകൾ തകർന്നതുമാണ് വെള്ളപ്പൊക്കത്തിന്റെ ആഘാതം കൂട്ടിയത്. അസമിലെ സിൽച്ചറിൽ ഇന്നലെ റെക്കോർഡ് മഴയാണ് പെയ്തത്. 24
4 മണിക്കൂറിനിടെ 415.8 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. 132 വർഷങ്ങൾക്കിടെ രാജ്യത്ത് ഇതാദ്യമായാണ് ഒരു പ്രദേശത്ത് ഒറ്റ ദിവസം ഇത്രയധികം മഴ പെയ്തത്. 1893-ലാണ് രാജ്യത്ത് ഇതിനു മുമ്പ് ഇത്രയും ഉയർന്ന അളവിൽ മഴ ലഭിച്ചത്. അന്ന് 290.3 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത്. മഴ ഇനിയും കനക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. മഴക്കെടുതി ബാധിച്ച സംസ്ഥാനങ്ങളിലെ അധികൃതരുമായി കേന്ദ്രം നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. എറണാകുളം ഇളങ്കുന്നപ്പുഴ വളപ്പ് ബീച്ചിൽ കുളിക്കാനിറങ്ങിയ 2 യുവാക്കളെ കാണാതായി. സുഹൃത്തുക്കളായ 7 പേർ ചേർന്ന് ബീച്ചിൽ കുളിക്കുന്നതിനിടെ 2 പേർ തിരയിൽപ്പെടുകയായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു സംഭവം. പോലീസും ഫയർഫോഴ്സും കോസ്റ്റൽ പോലീസും ചേർന്ന് തെരച്ചിൽ നടത്തി. കോയമ്പത്തൂർ രത്നം കോളേജിലെ വിദ്യാർത്ഥികളാണ്. യമൻ സ്വദേശികളായ ജുബ്രാൻ, അബ്ദുൾ സലാം എന്നിവരെയാണ് കാണാതായത്. അഴീക്കോട് മീൻകുന്ന് കടലിൽ നീന്തുന്നതിനിടെ തിരയിൽപ്പെട്ട 2 യുവാക്കളെ കാണാതായി. വാരം വലിയന്നൂർ വെള്ളോറ ഹൌസിൽ പ്രിനീഷ്, പട്ടാനൂർ കൊടോളിപ്രം അനന്തനിലയത്തിൽ ഗണേഷ് എന്നിവരെയാണ് കാണാതായത്. അഗ്നിരക്ഷാസേനയും പോലീസും സ്ഥലത്തെത്തി തെരച്ചിൽ നടത്തി. സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകൾ നമ്മുടെ നാട്ടിൽ നിരവധിയുണ്ടെങ്കിലും കൊല്ലത്ത് അത്തരത്തിൽ കുണ്ടും കുഴിയും നിറഞ്ഞ ഒരു റോഡിന് കുറച്ചധികം വാർത്താ പ്രാധാന്യമുണ്ട്. കൊല്ലം MLA മുകേഷിന്റെ വീടിന് തൊട്ടു മുന്നിലാണ് പൊതുജനത്തിന്റെ നടുവൊടിക്കുന്ന ഈ റോഡ് എന്നതാണ് പ്രത്യേകത. ടോപ് 10 സ്പെഷ്യൽ. കൊല്ലം നഗരത്തിൽ നിന്നും വെറും 4 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പട്ടത്താനത്തുള്ള MLA മുകേഷിന്റെ വീട്ടിലേക്ക്. പക്ഷേ ഇവിടെ എത്തി MLAയെ കാണണമെങ്കിൽ റോഡിലെ ഈ കുളം നീന്തി തന്നെ കടക്കണം. ഈ റോഡ് ഈ അവസ്ഥയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറയായി. റോഡിലെ കുഴിയിൽ വീണ് പരിക്കുപറ്റിയ ലതിക പറയുന്നത് അടുത്ത തവണ ഇനി വോട്ട് ചെയ്യില്ല എന്നാണ്. രാവിലെ വീട്ടിലോട്ട് പാല് മേടിക്കാൻ പോയതാ, വന്ന് വീണ് കൈ പൊട്ടി, 2 തയ്യൽ, 2 വിരൽ സ്വാധീനം ഇല്ലാതായിപ്പോയി. അവർക്ക് ഒരു നാണമില്ല മാണ്. രണ്ടാമത് വോട്ട് ചെയ്തില്ല. ഇനി റോഡിലെ രാഷ്ട്രീയം നോക്കാം. കൊല്ലം നിയോജക മണ്ഡലത്തിലെ MLA മുകേഷിന്റെ വീടും വീടിനു മുന്നിലെ ഈ റോഡും നിൽക്കുന്നത് ഇരവിപുരം മണ്ഡലത്തിലാണ്. ഇരവിപുരം മണ്ഡലത്തിലെ MLA ആകട്ടെ മുകേഷിന്റെ സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള നൌഷാദാണ്. ഇവർ തമ്മിൽ അത്ര രസത്തിലല്ലെന്നാണ് രാഷ്ട്രീയ പിന്നാമ്പുറ വാർത്തകൾ. ഇനി രസക്കേട് എന്ത് തന്നെയായാലും റോഡ് ഞങ്ങൾക്ക് കൂടി ഉള്ളതല്ലേ എന്നാണ് പൊതുജനം ചോദിക്കുന്നത്. ഇപ്പോൾ സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ ഇതിൽ യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ MLA ഇവിടെ ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല, MLA വീട്ടിൽ വരുന്നുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ചിലപ്പോൾ ഇവിടെ ആയിരിക്കത്തില്ല, പുറത്തായിരിക്കും. പക്ഷേ എങ്കിൽ തന്നെയും ഈ റോഡ് സാധാരണക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. അത് നമ്മളെപ്പോലെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. ഈ സ്കൂൾ അടുത്ത് കിടക്കുമ്പോഴത്തേക്ക് ഈ റോഡ് വൃത്തിയാക്കി ഇടുക എന്നുള്ളത് പൊതു ആൾക്കാർക്കുള്ള ജനങ്ങൾക്കുള്ള ഒരു സൗകര്യം ആവശ്യമാണ്. റോഡ് നന്നാക്കുന്നതിനായി MLA ഫണ്ടിൽ നിന്നും 2 കോടി അനുവദിച്ചതായി മുൻപ് ഇവിടെ ഒരു ഫ്ലെക്സ് ബോർഡ് ഉണ്ടായിരുന്നു. ഫ്ലെക്സ് ബോർഡിലെ വികസനം കണ്ടു മടുത്ത പൊതുജനമാരോ അത് കീറിയും കളഞ്ഞു. MLAയുടെ വീട്ടിന് മുന്നിൽ ഇതാണ് അവസ്ഥയെങ്കിൽ ഇവിടെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടും? ആര് പരിഹരിക്കും? പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. രാഷ്ട്രീയം എന്തുമാകട്ടെ, പക്ഷെ ഒരു നാടിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റപ്പെടുന്നില്ല എങ്കിൽ വോട്ട് ചെയ്ത് ഇവരെയൊക്കെ ജയിപ്പിക്കുന്നത് എന്തിന്? നാട്ടുകാർ ചോദിക്കുന്നത് ഇതാണ്. വികസനങ്ങൾ വേണമെങ്കിൽ തൊട്ട് കാണിക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുൻവശത്താണ് ഈ റോഡ് ഇത്രയും ദയനീയമായ സ്ഥിതി. അദ്ദേഹം കൊല്ലം മണ്ഡലത്തിലെ MLA ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുൻവശത്താണ് ഒരു റോഡ്. സാധാരണപ്പെട്ട കുട്ടികൾ, ഇവിടെ പട്ടത്താനം ഗവൺമെൻറ് SNDP UP സ്കൂൾ എന്ന് പറഞ്ഞാൽ ഈ റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്കൂളാണ്. ഈ സ്കൂളിലെ ഏറ്റവും സാധാരണപ്പെട്ടവൻ്റെ പാവപ്പെട്ടവൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളാണ്. ആ സ്കൂളിലെ വിദ്യാർത്ഥികൾ രാവിലെ ഇതുവഴി നീന്തിയാണ് വരുന്നത്. ധാരാളം വിമ്രഹൃദയം, ക്രിസ്തുരാജ് ഉൾപ്പെടെയുള്ള നിരവധി സ്കൂളുകളിലെ സാധാരണപ്പെട്ടവൻ്റെ മക്കൾ പോകുന്ന ഈ വഴി 2 പതിറ്റാണ്ടായി ഇത്രയും മോശമായ സ്ഥിതിയിലായിട്ടും അധികാരികൾ കണ്ണു തുറക്കുന്നില്ല എന്ന് പറയുന്നത് ഈ മണ്ഡലത്തിനോടുള്ള അല്ലെങ്കിൽ ഈ പ്രദേശത്തോടുള്ള കടുത്ത അവഗണനയായിട്ടാണ് നാട്ടുകാർ വിലയിരുത്തുന്നത്. ശരിക്കും ഈ റോഡിൻ്റെ ദുരവസ്ഥയ്ക്ക് കാരണം ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ഈ MLAമാർ തമ്മിലുള്ള ഈ പാർട്ടിയിലുള്ള പടലപ്പിണക്കങ്ങൾ അല്ലെങ്കിൽ മൂപ്പിളമ തർക്കം, ഇതിൻ്റെ പേരിലുള്ള ആ ഒരു അവസ്ഥയാണെന്ന്, ആ ഒരു കാര്യങ്ങൾ കൊണ്ടാണെന്നാണ് ഞങ്ങളുടെ സംശയം, ബലമായ സംശയം. കാരണം അല്ലെങ്കിൽ ഈ റോഡ് എന്നേ പണി കഴിഞ്ഞ് പോകേണ്ടതാണ്. ഈ നൗഷാദ് MLAയും മുകേഷ് MLAയും തമ്മിലുള്ള ഈ അധികാര വടംവലിയുടെയും മൂപ്പിളമ തർക്കത്തിൻ്റെയും പാർട്ടിയുടെ CPMൻ്റെ പടലപ്പിണക്കത്തിൻ്റെയും ദുരവസ്ഥ അനുഭവിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളാണ്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത സുധീഷ് കുമാർ ചേരുകയാണ്. സുധീഷ്, ദിവസവും നിരവധി പേർ കടന്നുപോകുന്ന ഒരു റോഡിന്റെ ദുരവസ്ഥയാണ് നമ്മൾ കണ്ടത്. സ്വന്തം വീടിന് മുന്നിലെ ഒരു റോഡ് പോലും നന്നാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ MLA എങ്ങനെയാണ് ഒരു നാട് നന്നാക്കുക എന്ന് തന്നെയല്ലേ ജനങ്ങൾ ചോദിക്കുന്നത്?
കൊല്ലം പട്ടത്താനം പ്രദേശത്താണ് റോഡിന് ഈ ഒരു ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഈ അവസ്ഥ മൂലം ബുദ്ധിമുട്ടിലായിരിക്കുന്നത് നിരവധി പേരാണ്. കാരണം സമീപപ്രദേശങ്ങളിൽ സ്കൂളുകളുണ്ട്. കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ സ്കൂളിലേക്ക് ഈ റോഡിലൂടെ കടന്നു വേണം പോകേണ്ടത്. മറ്റൊന്ന്, ഈ റോഡിലൂടെ യാത്ര ചെയ്ത് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നമ്മൾ ഈ വാർത്ത ഇവിടെ ചിത്രീകരിക്കുന്ന സമയത്ത് ഈ പ്രദേശത്തെത്തിയ ചില ആൾക്കാർ നമ്മൾ അത്തരത്തിൽ അവരുടെ ദുരവസ്ഥ നമ്മളോട് പറയുകയുണ്ടായി. ഈ റോഡിലൂടെ നടന്നു പോയി അപകടത്തിൽപ്പെട്ട ആൾക്കാർ വരെ നമ്മളോട് അവരുടെ വിഷമഘട്ടം അവർ നമ്മളോട് പങ്കുവച്ചിരുന്നു. ഇതിലേറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 2 MLA-മാർക്ക് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം. കാരണം മുകേഷ് MLA ആണ് ഈ പ്രദേശത്ത് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിലുള്ള റോഡാണ്. മറ്റൊന്ന്, ഈ വീടും അല്ലെങ്കിൽ ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഇരവിപുരം മണ്ഡലത്തിലാണ്. ആ ഇരവിപുരം മണ്ഡലത്തിലെ പ്രതിനിധീകരിക്കുന്ന MLA എന്ന് പറയുന്നത് നൌഷാദാണ്. ഇവർക്ക് 2 പേർക്കും വളരെ പെട്ടെന്ന് വിചാരിച്ചാൽ വളരെ പെട്ടെന്ന് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം. ഈ പ്രശ്നം എന്തുകൊണ്ട് ഇങ്ങനെ നീണ്ടുപോകുന്നു എന്നൊരു ചോദ്യത്തിന് ഉത്തരമായി ചില രാഷ്ട്രീയ പിന്നാമ്പുറ വാർത്തകളിലൂടെ വ്യക്തമാകുന്നത് എന്തെന്നാൽ ഈ CPM രാഷ്ട്രീയത്തിനുള്ളിൽ, അതായത് മുകേഷിനെ നേരിടുന്ന ചില വെല്ലുവിളികളാണ്. മുകേഷിന് CPM-നുള്ളിൽ നിന്ന് തന്നെ ചില എതിർപ്പുകൾ നേരിടുന്നു എന്നുള്ള വാർത്തകൾ മുൻപും പുറത്തു വന്നിട്ടുണ്ട്. അത്തരത്തിലൊരു വാർത്തയുടെ ഭാഗമായാണ് ഇദ്ദേഹത്തിനോട് ഒരു അനുഭാവമില്ലാത്ത നടപടിയുടെ ഭാഗം കൂടിയാണ് ഈ റോഡിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് നാട്ടുകാരിൽ ചിലരും ഒപ്പം രാഷ്ട്രീയത്തിലെ മറ്റു ചില ആൾക്കാരും നമ്മളോട് സൂചിപ്പിക്കുന്നു. അതിനി എന്തുതന്നെ ആയാലും ഒരു പ്രദേശത്ത് ഇത്തരത്തിലൊരു അവസ്ഥ അത് പരിഹരിക്കപ്പെടേണ്ടത് ഒരു ജനകീയ ആവശ്യം തന്നെയാണ്. ഈ ആവശ്യത്തിൽ എത്രയും പെട്ടെന്ന് അടിയന്തരമായി ഒരു നടപടി ഉണ്ടാകണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ ഒരു റോഡിന്റെ ദുരവസ്ഥയാണ് ഞങ്ങൾ അധികൃതർക്ക് മുന്നിൽ വയ്ക്കുന്നത്. എത്രയും പെട്ടെന്നൊരു നടപടിയും പ്രതീക്ഷിക്കുന്ന വിവരങ്ങളുമായി പങ്കുചേരുകയായിരുന്നു സുധീഷ് കുമാർ. മലയാള സിനിമയിൽ വിവാദങ്ങൾക്ക് വഴിവെച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ എല്ലാ കേസുകളും അവസാനിപ്പിച്ചു. മൊഴി നൽകിയവർക്ക് കേസുമായി മുന്നോട്ടു പോകാൻ താൽപ്പര്യമില്ലാത്തതിനാലാണ് പ്രത്യേക അന്വേഷണ സംഘം കേസ് അവസാനിപ്പിക്കുന്നത്. സിനിമാ മേഖലയിൽ നിന്ന് വനിതാ താരങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തുവന്നത് വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 35 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇതിൽ 21 കേസുകൾ അവസാനിപ്പിച്ച് അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകിയിരുന്നു. ബാക്കിയുള്ള കേസുകൾ ഈ മാസം തന്നെ അവസാനിപ്പിക്കുമെന്നാണ് വിവരം. നടിയെ ആക്രമിച്ച കേസും തുടർന്നുണ്ടായ WCC രൂപീകരണവുമാണ് ഹേമ കമ്മിറ്റി രൂപീകരണത്തിലേക്ക് നയിച്ചത്. മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാനായി സംസ്ഥാന സർക്കാരാണ് ഹേമ കമ്മിറ്റിയെ രൂപീകരിച്ചത്. വെളിപ്പെടുത്തലുമായി നിരവധി പേർ രംഗത്തെത്തിയതോടെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നത്. ഹേമ കമ്മിറ്റിയോട് ദുരനുഭവം വെളിപ്പെടുത്തിയവരെ പോലീസ് പലതവണ വിളിപ്പിച്ചെങ്കിലും ആരും മൊഴി നൽകാൻ തയ്യാറായില്ല. അവസാന മാർഗമെന്നോണം മൊഴി ആവശ്യപ്പെട്ട് പോലീസ് കോടതി വഴി പരാതിക്കാർക്ക് നോട്ടീസ് നൽകുകയായിരുന്നു. എന്നാൽ കേസുമായി മുന്നോട്ടു പോകാൻ താൽപ്പര്യമില്ലെന്നാണ് പരാതിക്കാർ മറുപടി നൽകിയത്. മലയാള സിനിമയിലെ പ്രമുഖ നടന്മാരുൾപ്പെടെ ആരോപണം നേരിട്ടിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. അറിവിന്റെ ലോകത്തേക്ക് അക്ഷര കേരളം മിഴി തുറന്നു. പുതിയ അറിവുകൾ തേടി പുത്തൻ പ്രതീക്ഷകളുമായി പുതിയൊരു അധ്യയന വർഷത്തിനു കൂടി തുടക്കമായി. ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. അവധിക്കാലത്തിന്റെ ആഘോഷത്തിമിർപ്പിൽ നിന്ന് അറിവിന്റെ പുത്തൻ ലോകത്തേക്ക് തിരിതെളിഞ്ഞു. ഉത്സവ ഛായയിലായിരുന്നു പുതിയ അധ്യയന വർഷത്തിന്റെ ആരംഭം. ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. അവധിക്കാലത്തിന്റെ ആഘോഷനാളുകളിൽ നിന്ന് അറിവിന്റെ ലോകത്തിലേക്ക് കടക്കുന്നതിന്റെ ചെറിയ നീരസം ചില മുഖങ്ങളിൽ പ്രകടമായിരുന്നു. എങ്കിലും പുതിയ അധ്യയന വർഷത്തെ ഇരുകൈയും നീട്ടിയാണ് കുരുന്നുകൾ സ്വീകരിച്ചത്. കുട്ടികളുടെ ചിന്താശേഷിയെ വളർത്തുക എന്നതാണ് പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അറിവ് നേടുക എന്നത് മാത്രമല്ല, തിരിച്ചറിവ് കൂടിയാണ് വിദ്യാഭ്യാസമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യം തന്നെ അറിവ് നേടുക. ലോകത്തിന്റെ പുരോഗതിക്കെല്ലാം അടിസ്ഥാനമായി നിൽക്കുന്നത് അറിവാണ്. പുതിയ കാര്യം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ലഭിക്കുന്ന സന്തോഷം അളവറ്റതാണ്. രാവിലെ 8:30 മുതൽ വേദിയിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി 1ാം ക്ലാസ്സിലെ കുട്ടികളെ മധുരവും തലപ്പാവും നൽകി സ്വീകരിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേട്ടങ്ങൾ സംബന്ധിച്ച പുസ്തകത്തിന്റെ പ്രകാശനം മന്ത്രി സജി ചെറിയാൻ നൽകി നിർവഹിച്ചു. പ്രവേശന ഗാനം എഴുതിയ വിദ്യാർത്ഥിനി ഭദ്ര ഹരിയെയും ചിട്ടപ്പെടുത്തിയ സംഗീത സംവിധായകൻ അൽഫോൺസ് ജോസഫിനെയും ചടങ്ങിൽ ആദരിച്ചു. പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തവർക്കായി സദ്യയും ഒരുക്കിയിരുന്നു. മന്ത്രിമാരായ പി പ്രസാദ്, സജി ചെറിയാൻ, MLA-മാരായ PP ചിത്തരഞ്ജൻ, H സലാം, MS അരുൺകുമാർ, ദലീമ ജോജോ,
യു പ്രതിഭ, കളക്ടർ അലക്സ് വർഗീസ്, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് IAS എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അക്കാദമിക് മാസ്റ്റർ പ്ലാൻ, സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം തുടങ്ങി പൊതുവിദ്യാഭ്യാസ മേഖലയെ അടിമുടി മാറ്റി തീർക്കുന്ന പദ്ധതികളാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ഉത്സവമാക്കി ആലപ്പുഴ. വരകളും വർണ്ണങ്ങളും പാട്ടും നൃത്തവുമൊക്കെയായി കുരുന്നുകളുടെ ആദ്യ ദിനം മൊത്തത്തിൽ കളറായി. കലിതുള്ളിപ്പെയ്തിരുന്ന കാലവർഷം പരിഭവമേതുമില്ലാതെ മാറി നിന്നു. പുത്തൻ പ്രതീക്ഷകളുമായി വിദ്യാലയങ്ങളിലേക്ക് എത്തുന്ന കുരുന്നുകളുടെ ആദ്യദിനം മനോഹരമാക്കാൻ വെയിലും കാഠിന്യം കുറച്ച് ശാന്തരൂപിയായി. ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം അക്ഷരാർത്ഥത്തിൽ ഉത്സവമാവുകയായിരുന്നു. 15 വർഷങ്ങൾക്കിപ്പുറം ആലപ്പുഴയിലേക്ക് പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എത്തുമ്പോൾ മനം നിറയെ സ്നേഹം നിറച്ചാണ് കുട്ടനാടൻ ജനത അതിനെ വരവേറ്റത്. 1ാം ക്ലാസ്സിലേക്ക് എത്തിയ കുരുന്നുകൾക്കായി ക്ലാസ് മുറികൾ അലങ്കരിച്ചും ആകർഷകങ്ങളായ തലപ്പാവുകൾ ഒരുക്കിയും അധ്യാപകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. പുതിയ കൂട്ടുകാരെ കിട്ടുമോ? സ്കൂളിൽ വരുന്ന ഇഷ്ടാ? ഏത് ക്ലാസ്സിലേക്ക്? ഇനി ശേഷം മന്ത്രി വി ശിവൻകുട്ടി ക്ലാസുകളിൽ നേരിട്ടെത്തി മധുരം സമ്മാനിച്ച് കുരുന്നുകളെ പ്രധാന വേദിയിലേക്ക് ആനയിച്ചു. പ്രത്യേകം തയ്യാറാക്കിയ ഇരിപ്പിടങ്ങളും പ്രധാന വേദിയിൽ ഇവർക്കായി കരുതിയിരുന്നു. ചിലർ കലഹിച്ച് കണ്ണീർ പൊഴിച്ചെങ്കിലും അധ്യാപകരുടെ സ്നേഹത്തണൽ ആ കണ്ണുനീരിനെയും പുഞ്ചിരിയാക്കി. പുതുതായി എത്തിയ കുരുന്നുകൾക്ക് വിരുന്നൊരുക്കാൻ ആഴ്ചകൾ നീണ്ട പരിശീലനത്തിൽ അണിയിച്ചൊരുക്കിയ കലാപരിപാടികളുമായി മുതിർന്ന കുട്ടികൾ വേദി കീഴടക്കിയതോടെ ആഘോഷ നിമിഷങ്ങൾക്ക് തിരിതെളിഞ്ഞു. ഒടുവിൽ ഉദ്ഘാടനത്തിന് മുൻപ് കുട്ടികൾക്ക് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സമ്മാനങ്ങൾ കൂടി വിതരണം ചെയ്തതോടെ കാർമേഘങ്ങൾ മൂടിയ മുഖങ്ങളിൽ പുഞ്ചിരിയുടെ സൂര്യൻ തെളിഞ്ഞു. അങ്ങനെ പുതിയ അധ്യയന വർഷത്തിന്റെ ആദ്യ ദിനത്തിന് ശുഭാന്ത്യം. ഇനി കളിയും ചിരിയും കരച്ചിലും കൗതുകങ്ങളും നിറഞ്ഞ നീണ്ട ഒരു വർഷക്കാലം. വിനോദ് കരുവാറ്റയ്ക്കൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ. 3 ലക്ഷത്തിലധികം കുട്ടികളാണ് ഇത്തവണ സംസ്ഥാനത്ത് 1ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയത്. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കോട്ടൺ ഹിൽ LP സ്കൂളിൽ നടന്ന പ്രവേശനോത്സവത്തിൽ മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് മുഖ്യാതിഥിയായി. ജീവിതത്തിലെ പുതിയ തുടക്കത്തെ ആവേശത്തോടു കൂടിയാണ് കുരുന്നു കൂട്ടുകാർ സ്വീകരിച്ചത്. പ്രവേശനോത്സവത്തിൽ മാജിക്കിന്റെ മേൻപൊടി കൂടിയായപ്പോൾ മനസ്സിലുണ്ടായിരുന്ന പേടിയൊക്കെ മാറി കുട്ടിക്കൂട്ടുകാരും ഡബിൾ ഹാപ്പി. രവീന്ദ്രനാഥ് ടാഗോർ പണ്ട് പറഞ്ഞിട്ടുണ്ട്, പൂക്കളും തുമ്പികളും കുട്ടികളുമില്ലാത്ത ലോകം എത്രമാത്രം ശുഷ്കവും ശൂന്യവുമാണ്. ഇവിടെ പൂക്കളുണ്ട്, ഇവിടെ തുമ്പികളുണ്ട്, ഇവിടെ കുഞ്ഞുങ്ങളുണ്ട്, അല്ലേ? ഇവിടെ കളിക്കാനും അതുകൊണ്ട് പഠിക്കാനും അതുകൊണ്ടെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട്. സ്കൂളിലെത്തുന്ന കുരുന്നുകൾക്ക് മധുരവും കൗതുകമുണർത്തുന്ന തൊപ്പികളും ബലൂണുകളും ഒക്കെ കരുതി വെച്ച് ആദ്യ പാഠം നല്ല പാഠമാക്കാൻ അധ്യാപകരും തയ്യാർ. 2 മാസത്തെ വേനലവധിക്ക് ശേഷം ഫസ്റ്റ് ഡേ ആണ്. കുട്ടികളോടൊപ്പം ടീച്ചേഴ്സും പാരൻസും എല്ലാം വളരെ എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ അവരുടെ ലൈഫിൻ്റെ തന്നെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും നല്ലൊരു അധ്യയന വർഷം ആശംസിക്കുന്നു. നല്ല മികച്ച രീതിയിലുള്ളൊരു പഠനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യത്തെ ആഴ്ചകളിൽ കുട്ടികളിലെ വ്യക്തിത്വ വികസനത്തിനുള്ള ക്ലാസുകളായിരിക്കും നടക്കുക. ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം വളർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ, ട്രാഫിക് നിയമത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം, വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ കുട്ടികൾക്ക് നൽകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മഴ മാറി നിന്നതോടെ മാനം തെളിഞ്ഞ അന്തരീക്ഷത്തിലാണ് മലബാറിൽ ഇത്തവണത്തെ പ്രവേശനോത്സവം നടന്നത്. കോഴിക്കോട് പെരിങ്ങളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ബലൂണുകൾക്കും മധുരപലഹാരങ്ങൾക്കും പുറമെ കുരുന്നുകളുടെ പ്രിയപ്പെട്ട സൂപ്പർ ഹീറോകളും അവരെ വരവേൽക്കാൻ പെരിങ്ങളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉണ്ടായിരുന്നു. റോബോട്ടിക് ആനയാണ് ഇവിടുത്തെ താരം. ഒപ്പം തെയ്യവും ഉണ്ടായിരുന്നു. 2 മാസങ്ങൾക്ക് ശേഷം സുഹൃത്തുക്കളെ വീണ്ടും കാണാൻ കഴിഞ്ഞതിന്റെ സന്തോഷവും വിദ്യാർത്ഥികൾക്കുണ്ട്. എന്നാൽ വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള തിടുക്കവുമുണ്ട്. പെരിങ്ങളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുട്ടികളാണ് ഇന്നത്തെ നമ്മുടെ എല്ലാം പ്രതീക്ഷ. പുതിയ ഉടുപ്പ്, പുതിയ ബാഗ്, പുസ്തകം ഒക്കെയായി വളരെ സന്തോഷത്തോടെ കുട്ടികൾ സ്കൂളിലെത്തുകയാണ്. അവരുടെ ജീവിതത്തിൽ ഒരു കാലത്തും ആയാത്ത അനുഭവമാണ് ഇന്നത്തെ ദിനം. എല്ലാവരും നല്ല മനുഷ്യരായി വളരണം എന്നുള്ളത് നമ്മുടെയൊക്കെ ആഗ്രഹമാണ്.
പരിപാടിയിൽ PTA റഹീം MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി എന്നിവരും പങ്കെടുത്തു. അതേസമയം സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുകയാണ് ദുരന്തത്തെ അതിജീവിച്ച മേപ്പാടിയിലെ വിദ്യാർത്ഥികൾ. അമൃത ന്യൂസ്, കോഴിക്കോട്. അഫ്ഗാനി പെൺകുട്ടിയായ ബെഹ്സ കരീമിക്ക് മാതൃവിദ്യാലയമായി കോട്ടയം മുടിയൂർക്കര ഗവൺമെന്റ് LP സ്കൂൾ. ഇവിടെ ഇത്തവണ 1ാം ക്ലാസ് പ്രവേശനം നേടിയ 16 പേരിൽ ഒരാളാണ് അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ നിന്നുള്ള ബെഹ്സ. MG യൂണിവേഴ്സിറ്റിയിൽ ഗവേഷക വിദ്യാർത്ഥിയായ മുഹമ്മദ് ഹാഫിം കരീമിയുടെയും എലാഹ സഹീറിന്റെയും മകളായ ബെഹ്സയുടെ പ്രീ സ്കൂൾ പഠനവും കോട്ടയത്തായിരുന്നു. മുടിയൂർക്കര ഗവൺമെന്റ് LP സ്കൂളിലെ പ്രവേശനോത്സവത്തിൽ ഇത്തവണത്തെ താരം അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ നിന്നുള്ള 6 വയസ്സുകാരി ബെഹ്സയായിരുന്നു. ഈ സ്കൂളിൽ ആദ്യമായാണ് രാജ്യത്തിന് വെളിയിൽ നിന്നും ഒരു വിദ്യാർത്ഥി എത്തുന്നത്. അച്ഛൻ മുഹമ്മദ് ഫാഹിം, അമ്മ ഇലാഹ, സഹോദരൻ ബഹർ എന്നിവർക്കൊപ്പം എത്തിയ ബെഹ്സയെ പ്രധാനാധ്യാപിക സിന്ധുക്കയും മറ്റ് അധ്യാപകരും ചേർന്ന് സ്വീകരിച്ചു. സ്കൂളിലെ അന്തരീക്ഷവും പുതിയ കൂട്ടുകാരെയുമൊക്കെ ബെഹ്സയ്ക്ക് ഇഷ്ടമായി. കോട്ടയത്ത് തന്നെ പ്രീ സ്കൂൾ പഠനം നടത്തിയ ബെഹ്സയ്ക്ക് കുറച്ചൊക്കെ മലയാളവും അറിയാം. എന്റെ പേര് ബെഹ്സ കരീമി. 1 2 3 4 5 6 7 8 9 10. ഐ ആം വെരി ഹാപ്പി. 2021 MG സർവകലാശാലയിൽ മാനേജ്മെന്റ് സ്റ്റഡീസിൽ ബിരുദാനന്തര ബിരുദം പഠിക്കാൻ എത്തിയതാണ് പിതാവ് മുഹമ്മദ് ഫാഹിം. ഇപ്പോൾ സർവകലാശാലയിൽ ഗവേഷക വിദ്യാർത്ഥിയാണ് ഫാഹിം. I came here in year 2021 for master's degree. I finished my master's degree and now I am doing a PhD in management studies in Mahatma Gandhi University, Kottayam. I am very happy from the welcoming attitude of Kerala people. മുഹമ്മദ് ഫാഹിമിന്റെ ഗവേഷണം പൂർത്തിയാകാൻ ഇനിയും 2 വർഷം കൂടിയെങ്കിലും വേണ്ടിവരും. അത്രയും കാലം മുടിയൂർക്കര സ്കൂളിൽ തന്നെയാവും ബെഹ്സയുടെ പഠനം. ആദ്യദിന തന്നെ പുസ്തകങ്ങളും യൂണിഫോമും ബാഗ്യമൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടിയപ്പോൾ വലിയ സന്തോഷത്തിലാണ് ഈ കൊച്ചുമിടുക്കി. അമൃത ന്യൂസ്, കോട്ടയം. പ്രവേശനോത്സവം ആഘോഷമാക്കി തിരുവനന്തപുരം നെടുമങ്ങാട് അമൃത കൈരളി വിദ്യാഭവൻ. കുട്ടികൾ എഴുതിച്ചിട്ടപ്പെടുത്തിയ പ്രവേശനോത്സവ ഗാനത്തോടെയായിരുന്നു അധ്യയന വർഷാരംഭം. സ്കൂൾ മാനേജർ GS സജികുമാർ, പ്രിൻസിപ്പൽ സിന്ധു S, സ്കൂൾ കോർഡിനേറ്റർമാരായ വൃന്ദ നായർ, കവിത P, വിദ്യാർത്ഥി പ്രതിനിധികൾ തുടങ്ങിയവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ചു. കാപട്യങ്ങൾക്കും ജാതിമത ഭിന്നതകൾക്കും അതീതരായ, ലഹരിയുടെ ചതിയിൽപ്പെടാത്ത, അർപ്പണബോധമുള്ള ഒരു തലമുറയെയാണ് ഭാവി ഭാരതത്തിന് ആവശ്യമെന്നും അതിനുവേണ്ടിയാകണം ഇനിയുള്ള ശ്രമങ്ങളെന്നും ആശംസാ സന്ദേശത്തിൽ സ്കൂൾ മാനേജർ GS സജികുമാർ പറഞ്ഞു. മദ്യവും മയക്കുമരുന്നും മറ്റ് രാസലഹരികളും ഇന്ന് ബാല്യകൗമാരങ്ങൾക്കുമേൽ വലവിരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെതിരെ ഉണർന്നു പ്രവർത്തിക്കാൻ അധ്യാപകരും രക്ഷിതാക്കളും തയ്യാറാകണമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ സിന്ധു S പറഞ്ഞു. കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇടുക്കി അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരം. 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ നിർത്തലാക്കിയതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത്. മുൻകൂട്ടി അറിയിക്കാതെ ഡിവിഷൻ നിർത്തലാക്കിയത് കുട്ടികളുടെ പഠനത്തെ ബാധിച്ചു എന്നാരോപിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സമരം. പ്രധാനാധ്യാപികയെ സമരക്കാർ ഉപരോധിച്ചു. +1 പ്രവേശനത്തിന്റെ ആദ്യ അലോട്ട്മെന്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ആദ്യ ലിസ്റ്റ് പ്രകാരമുള്ള പ്രവേശനം നാളെ മുതൽ ആരംഭിക്കും. ജൂൺ 5 വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം നൽകുക. അലോട്ട്മെന്റ് വിവരങ്ങൾ ഹയർ സെക്കൻഡറി അഡ്മിഷൻ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ദേശീയ PG മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് മാറ്റിവെച്ചു. ജൂൺ 15 നടത്താൻ തീരുമാനിച്ചിരുന്ന പരീക്ഷയാണ് മാറ്റിവെച്ചത്. നീറ്റ് പരീക്ഷ ഒറ്റ ഷിഫ്റ്റിൽ നടത്തണമെന്നും സുതാര്യത ഉറപ്പുവരുത്തണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് നീറ്റ് പരീക്ഷ മാറ്റിവെച്ചത്. കൂടുതൽ പരീക്ഷാ കേന്ദ്രങ്ങളും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുന്നതിനായാണ് പരീക്ഷ മാറ്റിവെച്ചത്. നീറ്റ് പരീക്ഷ നടത്തുന്നതിനുള്ള പുതുക്കിയ തീയതി യഥാസമയം പ്രഖ്യാപിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. IPL ഫൈനൽ നാളെ. കിരീടത്തിനായി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും പഞ്ചാബ് കിങ്സും ഏറ്റുമുട്ടും.
അഹമ്മദാബാദിൽ രാത്രി 7:30 മുതലാണ് മത്സരം. സ്ഥിരതയുള്ള പ്രകടനം കാഴ്ചവെച്ച ഇരു ടീമുകളാണ് മത്സരത്തിനിറങ്ങുന്നത്. 14 മത്സരങ്ങളിൽ 9 എണ്ണം വീതം ഇരു ടീമുകളും ജയിച്ചിരുന്നു. റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചാബ് 1-ാം സ്ഥാനത്തും RCB 2-ാം സ്ഥാനത്തുമാണ്. 1-ാം ക്വാളിഫയർ ബൌളർമാരുടെ കരുത്തിൽ പഞ്ചാബിനെ 8 വിക്കറ്റിന് തകർത്താണ് ബാംഗ്ലൂർ ഫൈനലിലേക്ക് കടന്നത്. മുംബൈയെ തകർത്താണ് പഞ്ചാബ് ഫൈനലിലെത്തിയത്. 2016 ശേഷം IPL ഫൈനലിലെത്താൻ RCBക്ക് കഴിഞ്ഞിട്ടില്ല. പഞ്ചാബ് IPL ഫൈനലിലേക്ക് അവസാനമായി എത്തിയത് 2014-ലാണ്. IPL ചരിത്രത്തിലെ RCB പഞ്ചാബ് വിജയക്കണക്കെടുത്താൽ പഞ്ചാബും RCBയും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു. ഇരുവരും നേർക്കുനേർ വന്ന 36 മത്സരങ്ങളിൽ 18 എണ്ണത്തിൽ പഞ്ചാബും RCBയും ജയിച്ചിരുന്നു. ക്രിക്കറ്റിൽ നിന്ന് 2 വിരമിക്കൽ പ്രഖ്യാപനമാണ് ഉണ്ടായത്. ഏകദിന ക്രിക്കറ്റിൽ നിന്ന് ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ഗ്ലെൻ മാക്സ്വെൽ വിരമിച്ചു. മാക്സ്വെല്ലിന്റെ വിരമിക്കൽ വാർത്ത വന്ന് മണിക്കൂറുകൾക്കകം ആരാധകരെ ഞെട്ടിച്ച് ദക്ഷിണാഫ്രിക്കയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഹെൻറിക് ക്ലാസനും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നുള്ള വിരമിക്കൽ അറിയിച്ചു. T20 ക്രിക്കറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഗ്ലെൻ മാക്സ്വെല്ലിന്റെ വിരമിക്കൽ തീരുമാനം. 2027 ലോകകപ്പ് മുന്നിൽ കണ്ട യുവതാരങ്ങൾക്കായി വഴിമാറിക്കൊടുക്കുന്നുവെന്ന് മാക്സ്വെൽ അറിയിച്ചു. 13 വർഷത്തെ ഏകദിന കരിയറിനാണ് മാക്സ്വെൽ വിരാമമിടുന്നത്. ഏകദിന ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച വെടിക്കറ്റ് ബാറ്റർ എന്ന പേര് സ്വന്തമാക്കിയാണ് മാക്സ്വെല്ലിന്റെ വിരമിക്കൽ. 149 ഏകദിന മത്സരങ്ങൾ കളിച്ച താരം 3990 റൺസ് നേടി. ഏകദിന ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച 2ാമത്തെ സ്ട്രൈക്ക് റേറ്റ് മാക്സ്വെല്ലിന്റെ പേരിലാണ്. 2015, 2023 വർഷങ്ങളിൽ ഏകദിന ലോകകപ്പ് നേടിയ ഓസ്ട്രേലിയൻ ടീമിൽ അംഗമായിരുന്നു മാക്സ്വെൽ. 2023 ലോകകപ്പിൽ അഫ്ഗാനിസ്ഥാനെതിരെ പരിക്കേറ്റ കാലുമായി പുറത്താകാതെ 201 റൺസ് അടിച്ച് ഗ്ലെൻ മാക്സ്വെൽ റെക്കോർഡിട്ടിരുന്നു. ഏകദിന ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഇന്നിംഗ്സായാണ് ഇത് വിശേഷിപ്പിക്കപ്പെടുന്നത്. കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനാണ് ക്ലാസൻ വിരമിക്കൽ പ്രഖ്യാപിച്ചത്. സാമൂഹിക മാധ്യമങ്ങളിലൂടെയായിരുന്നു പ്രഖ്യാപനം. തീർത്തും അപ്രതീക്ഷിതമായിരുന്നു ദക്ഷിണാഫ്രിക്കൻ വിക്കറ്റ് കീപ്പർ ബാറ്ററുടെ വിരമിക്കൽ പ്രഖ്യാപനം. എന്നെ സംബന്ധിച്ച് ഇത് ദുഃഖകരമായ ദിവസമാണ്. ഞാൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ക്ലാസൻ കുറിച്ചത്. 33-ാം വയസ്സിലാണ് താരം രാജ്യാന്തര കരിയർ അവസാനിപ്പിക്കുന്നത്. ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് താരങ്ങളിൽ സ്പിൻ ബൌളിനെ ഫലപ്രദമായി നേരിട്ട അപൂർവ താരങ്ങളിലൊരാളായിരുന്നു ക്ലാസൻ. ദക്ഷിണാഫ്രിക്കയുടെ വെടിക്കറ്റ് ബാറ്റർമാരിൽ പ്രധാനി. 2018 ഇന്ത്യക്കെതിരെയാണ് ക്ലാസൻ ഏകദിനത്തിൽ അരങ്ങേറുന്നത്. 60 ഏകദിന മത്സരങ്ങളിൽ നിന്ന് 2141 റൺസ് നേടിയിട്ടുണ്ട്. ഈ IPL സീസണിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ അവസാന മത്സരത്തിൽ 39 പന്തിൽ 105 റൺസ് അടിച്ച് തകർപ്പൻ ഇന്നിംഗ്സ് കാഴ്ചവെച്ചിരുന്നു. സ്പോർട്സ് ഡെസ്ക്, അമൃത TV. തഗ് ലൈഫ് സിനിമയുടെ കർണാടകയിലെ നിരോധനത്തിൽ നിയമ നടപടിയുമായി കമൽ ഹാസൻ. കർണാടക ഫിലിം ചേംബറിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചു. ചേംബർ നടപടി നിയമവിരുദ്ധമെന്ന് രാജ്കമൽ ഇന്റർനാഷണൽ കർണാടക ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. കന്നഡ സിനിമയെ ഇകഴ്ത്തിക്കാട്ടി എന്ന് കാണിച്ചാണ് സിനിമ വിലക്കിയത്. കന്നഡ തമിഴിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്ന കമലിന്റെ വാക്കുകൾ സാഹചര്യത്തിൽ നിന്ന് അടർത്തിയെടുത്ത വിവാദമുണ്ടാക്കുകയാണ് ചെയ്തതെന്ന് കമ്പനി ഹർജിയിൽ ആരോപിച്ചു. താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് മോഹൻലാൽ തുടരണമെന്നാവശ്യപ്പെട്ട് സംഘടനയുടെ അഡ്ഹോക് കമ്മിറ്റി. കഴിഞ്ഞ ദിവസം ചേർന്ന അഡ്ഹോക് കമ്മിറ്റിയുടെ യോഗത്തിലാണ് പൊതു താൽപര്യം മോഹൻലാലിന് മുന്നിൽ അവതരിപ്പിച്ചത്. പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ എതിർപ്പില്ല എന്നും എന്നാൽ മത്സരമുണ്ടായാൽ താൻ പിന്മാറുമെന്നും മോഹൻലാൽ വ്യക്തമാക്കി. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് മോഹൻലാൽ തുടരണമെന്നാണ് സംഘടനയുടെ അഡ്ഹോക് കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മെയ് 31 നടന്ന അഡ്ഹോക് കമ്മിറ്റിയുടെ അവസാന യോഗത്തിലാണ് മറ്റംഗങ്ങൾ പൊതു താൽപര്യം മോഹൻലാലിന് മുന്നിൽ അവതരിപ്പിച്ചത്. ഈ മാസം 22-ാം തീയതിയാണ് സംഘടനയുടെ അടുത്ത ജനറൽ ബോഡി യോഗം. ഈ യോഗത്തിൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക തീരുമാനങ്ങളുണ്ടാകും. പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ എതിർപ്പില്ലെന്നും എന്നാൽ മത്സരമുണ്ടായാൽ താൻ പിന്മാറുമെന്നുമാണ് മോഹൻലാലിന്റെ നിലപാട്. അതേസമയം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സിദ്ദിഖിന് പകരം മറ്റൊരാളെ കണ്ടെത്തും. മറ്റു പദവികളിലേക്കുള്ള ഭാരവാഹികളെയും ജനറൽ ബോഡിയിൽ തന്നെ തീരുമാനിക്കും. അമ്മ സംഘടനയുടെ ബൈലോ പ്രകാരം അഡ്ഹോക് കമ്മിറ്റിക്ക് 3 വർഷം വരെ തുടരാനാകും. ജനറൽ ബോഡിയുടെ തീരുമാനപ്രകാരം അഡ്ഹോക് കമ്മിറ്റിയെ സ്ഥിരം കമ്മിറ്റിയായി നിശ്ചയിക്കുകയും ചെയ്യാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 27-നാണ് അമ്മയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ കൂട്ടരാജിവെച്ചത്. അമൃത ന്യൂസ്, കൊച്ചി.